ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചിന്നക്കനാൽ BL ഡാമിൽ വീടും പന്നിയാറിൽ റേഷൻ കടയും കാട്ടാന തകർത്തു. തുടർച്ചയായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബോഡിമെട്ടിന് സമീപം ദേശീയപാത ഉപരോധിച്ചു. കാട്ടാന വിഷയത്തിൽ 31-ന് മന്ത്രിതല ചർച്ച നടത്തും. പുലർച്ചെ 2 മണിയോടെയായിരുന്നു BL ഡാമിലെ ബെന്നിയുടെ വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്ന ബെന്നിയും ഭാര്യയും മകളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ശബ്ദം കേട്ട് എത്തിയ നാട്ടുകാർ ബഹളം വെച്ച് ആനയെ ഓടിക്കുകയായിരുന്നു. പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. റേഷൻ കട പൂർണ്ണമായും തകർത്തു. 10 ദിവസത്തിനിടെ ഇത് 4ാം തവണയാണ് ഇതേ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണം നടത്തുന്നത്. അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബോഡിമേട്ടിൽ ദേശീയപാത ഉപരോധിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. அப்பமெல்லாம் இந்த ஆணையெல்லாம் இல்ல. இப்ப எங்க இருந்தே கொண்டு வந்து நீங்க விட்டு எங்க புள்ள குட்டி எல்லாமே சாகுற அளவுக்கு இருக்கு. நீங்க காப்பாற்ற முடியுமா? முடியாதா? காப்பாற்ற முடியலன்னா நாங்க அது வரைக்கும் போராட்டம் பண்ணுவோம். തുടർന്ന് വനം വകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചയിൽ മാർച്ച് 31-ന് മന്ത്രിതല ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കാട്ടാന ആക്രമണം പതിവായതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം പന്നിയാറിൽ ഫോറസ്റ്റ് വാച്ചർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തുകയും ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന വനം വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.